ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കായി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കായി, അപ്പം ആ വ്യക്തിയോട് നമ്മൾ ചോദിക്കുമ്പോൾ ഇല്ലടി എനിക്ക് ഡിപ്രഷനാ എന്ന് പറയും. ഒരാൾ ഇന്റലക്ച്വൽ ആണ് എന്ന് പറയുമ്പോൾ മിടുക്കനാ കേട്ടോ, പൊന്നാടി അണിയിക്കും. അവൻ ഇമോഷണൽ ആണെന്ന് പറയുമ്പോൾ നമ്മൾ പറയും ശരിയല്ല എന്ന് പറയും. പുള്ളിക്കൊരു കുഴപ്പമുണ്ടായിരിക്കത്തില്ല, പക്ഷേ ഇങ്ങനെ പറഞ്ഞ് പിരികേറ്റി ഒരു ഇമോഷണൽ സ്റ്റേറ്റിലാക്കുക. നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പലരും വർത്താനം പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്, ശരിയല്ലേ? നെല്ലും പതിരിലും നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുന്നു മാനസികാരോഗ്യവും വിശ്വാസവും. നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനായി പതിവ് പോലെ നമ്മോടൊപ്പമായിരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത അഭിവന്യ തോമസ് തറയിൽ പിതാവാണ്. പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവെ, എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഈ വാക്ക് പലപ്പോഴും ഇന്നത്തെ യുവജനങ്ങൾ നോർമലൈസ് ചെയ്യപ്പെടുന്നതായി തോന്നുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കായി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കായി, അപ്പം ആ വ്യക്തിയോട് നമ്മൾ ചോദിക്കുമ്പോൾ ഇല്ലടി എനിക്ക് ഡിപ്രഷനാ എന്ന് പറയും. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഉണ്ട്. നമ്മൾ അവളോട് എന്ന് രാവിലെ എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിലും അല്ലെങ്കിൽ ക്ലാസ്സിൽ വെച്ച് കാണുവാണെങ്കിലും നമ്മൾ ചോദിക്കും, എടി എന്നാണ്ട് വിശേഷം എന്ന് വെച്ചാൽ, എടി എനിക്ക് ഇന്നലെ ഭയങ്കര ഡിപ്രഷനായിരുന്നു, ഞാൻ 2 മണിയായി ഉറങ്ങിയപ്പോൾ. അപ്പം ഞാൻ ചോദിക്കും, എടി റീസൺ എന്താ, കാരണം എന്ന് ചോദിക്കുമ്പോൾ, എടി എനിക്കറിയത്തില്ല റീസൺ എന്താണെന്ന്, ഞാൻ പല അച്ഛന്മാരോട് സംസാരിച്ചിട്ടുണ്ട്, എനിക്കറിയത്തില്ല എന്താണെന്ന് അറിയാത്തൊരു ഡിപ്രഷനാണ് പലപ്പോഴും. അപ്പോൾ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന വാക്ക് എല്ലാവരും ഈ പറഞ്ഞ് അതൊരു നോർമൽ ആയിട്ടുള്ള വേർഡായിട്ട് മാറിയിട്ടുണ്ടെന്ന് പിതാവിന് തോന്നുന്നുണ്ടോ? അത് ആശ്വാസകരമാണ്. ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു നോർമൽ വേർഡായിട്ട് മാറുമ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ ഇത് രോഗമല്ലാതായിട്ട് മാറും. ചിലപ്പോൾ ഇത് പറഞ്ഞ് വേണമെങ്കിൽ ഡിപ്രഷൻ ഇല്ലാത്ത ആൾക്ക് എനിക്ക് ഡിപ്രഷൻ ഉണ്ടോ എന്ന് തോന്നിപ്പോവാം. എനിക്കൊരു സമയത്ത് അത് തോന്നി. കാരണം എന്നും ഈ ആളോട് സംസാരിക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, എനിക്ക് എന്തെങ്കിലും കുഞ്ഞ് വിഷമം വരും, അല്ലെങ്കിൽ വീട്ടിൽ ഇപ്പോൾ ആരെങ്കിലും വഴക്ക് പറയുമ്പോൾ എനിക്ക് ഡിപ്രഷൻ ആണോ ഇനി വിഷമം അടിച്ചിരിക്കുമ്പോൾ തോന്നാറുണ്ട്. അതായത് സാഡ്നെസ്സിന് ഇപ്പം ആൾക്കാർ ഡിപ്രഷൻ എന്നുള്ള വാക്കങ്ങ് ഉപയോഗിക്കുകയാണ്. അത് വലിയ കാര്യമായിട്ട് കരുതണ്ട. ഇന്നലെ എനിക്ക് ഡിപ്രഷൻ ആയിരുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ ഓർത്തോണം, അയാൾ നോർമലാണ്. അതുകൊണ്ടല്ലേ പറയുന്നത് എനിക്ക് ഇന്നലെ ഡിപ്രഷൻ ആയിരുന്നെന്ന്. അപ്പോൾ റീസണബിൾ ആണ്, അല്ലേ? റീസണബിൾ ആണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കൊന്നും വലിയ മാനസിക രോഗവും പ്രശ്നമൊന്നുമില്ല. എൻ്റെ മനസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ എനിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ നോർമലാണ്, ഞാൻ റീസണബിളായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അതൊരിക്കലും ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്നില്ല. പിതാവേ, ഈ ആത്മഹത്യനെ ഒരു പാപമായിട്ടാണ് സഭ കാണുന്നത്. അപ്പോൾ ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി അങ്ങനെ മാനസിക രോഗങ്ങൾ മൂലമുണ്ടാകുന്ന ആത്മഹത്യകളെ എങ്ങനെയാണ് വിശ്വാസപരമായിട്ട് സഭ വ്യാഖ്യാനിക്കുന്നത്? ഈ സഭയ്ക്ക് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു പ്രത്യേക സംഭവമില്ല. മാനസിക രോഗങ്ങൾ മനുഷ്യർക്കുണ്ടാവാം. ഇപ്പം സൂയിസൈഡൽ ടെൻഡൻസി, ചിലർക്ക് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ട്. നമ്മുടെ മാധ്യമങ്ങളെല്ലാം കൂടെ, കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ധാരണ, ആരെങ്കിലും ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിന് കാരണം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ജീവിക്കാൻ കാരണം ഇല്ലാത്തപ്പോഴാണ് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത്. സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള ഒരാൾ കിണറ്റിലേക്ക് നോക്കിയാൽ ഇളകുന്ന വെള്ളം പോലും ഇയാളെ അട്രാക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്, ചാടാൻ. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അപ്പോൾ മാനസിക രോഗം മൂലം ഒരാൾ സൂയിസൈഡ് ചെയ്യുന്നെന്നും പറഞ്ഞുകൊണ്ട് സഭ അയാളെ വിധിക്കാനൊന്നും പോകത്തില്ല. കരുണയോടുകൂടി തന്നെ അതിനെ കാണുകയും, നമ്മൾ അബോർഷൻ പാപമാണെന്ന് പഠിപ്പിക്കുന്നതും സൂയിസൈഡ് പാപമാണെന്ന് പഠിപ്പിക്കുന്നതും എല്ലാം ജീവൻ എടുക്കാൻ മനുഷ്യന് അവകാശമില്ല എന്നുള്ള ഒരൊറ്റ പ്രിൻസിപ്പിളാണത്. ഇപ്പോൾ മേഴ്സി കില്ലിങ്, അല്ലേ? അതായത് ഒരാളിങ്ങനെ ജീവച്ഛവം പോലെ കിടക്കുന്നു, അയാൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് എനിക്കിനിയും ജീവിക്കണ്ട. പക്ഷെ അതിലൂടെ സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവൻ എൻ്റെ തീരുമാനമായിട്ട് മാറുകയാണ്. അതൊരിക്കലും മനുഷ്യകുലത്തിന് നല്ലതല്ല. ജീവൻ ദൈവമാണ് തരുന്നത്, അതിനെ ഒരിക്കലും മനുഷ്യൻ കൈകാര്യം ചെയ്യരുത്. ഈ അടിസ്ഥാന ചിന്തയാണ് അവിടെയുള്ളത്. പക്ഷേ മാനസികമായ രോഗമുള്ളവരാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് അവരോടും അവരുടെ കുടുംബങ്ങളോടും കരുണയാണ് നമുക്ക് സമൂഹത്തിന് പൊതുവായിട്ട് വേണ്ടത്. ഇപ്പം നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കാൻ ചെല്ലുന്നു, അയാളുടെ പ്രശ്നങ്ങൾ, സംഘർഷങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് അയാളെ കൊണ്ട് പറഞ്ഞ് ഒരു സംഘർഷത്തിലൂടെ അയാളെ പ്രാർത്ഥനയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അയാളുടെ മാനസികാരോഗ്യത്തിന് ഗുണമാണോ? അയാളുടെ പ്രാർത്ഥന സ്ഥിരതയുള്ളതായിരിക്കും? ഒന്നാമത്, ധ്യാന കേന്ദ്രങ്ങളിലൊന്നും നിങ്ങളെ ആരെയും ഒരു കാര്യത്തിനും നിർബന്ധിക്കുന്നില്ല. അവിടെ പോകണമെന്ന് പോലും അവർ നിർബന്ധിക്കുന്നില്ല. കൗൺസിലിംഗ് അവിടെ ഉണ്ട്. കൗൺസിലിംഗ് പോയില്ലേലും കുഴപ്പമൊന്നുമില്ല.
ഇതെല്ലാം നമ്മുടെ താല്പര്യപ്രകാരം നമ്മൾ പോയി കണ്ടെത്തി അവിടെ ചെന്ന് കൗൺസിലിംഗ് നടത്തുന്നതാണ്. കൗൺസിലിംഗ് ആയിരിക്കും ദൈവം ഉദ്ദേശിക്കുന്നത്, അല്ലേ? കൗൺസിലിങ്ങിനല്ലേ കൂടുതൽ ഇതെല്ലാം പറയുന്നത്. ഇനി ഈ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിൻ്റെ തന്നെ ഒരു തത്വം എന്താണ്? നിങ്ങളുടെ ഉള്ളിലുള്ള ആ സങ്കടങ്ങൾ പുറത്ത് പറയുക എന്നുള്ളത് തന്നെയാണ്. പറയുന്നതിലൂടെ തന്നെ ഒരു ഹീലിംഗ് ഉണ്ടാവുകയാണ്. ആരെങ്കിലും അറിഞ്ഞാൽ കുഴപ്പമാവുമെന്ന് പറയുന്ന ഒരു സംഭവം വളരെ കരുണയോടുകൂടി നമ്മളെ നോക്കി നിൽക്കുന്ന ഒരാളുടെ മുമ്പിൽ നമ്മൾ തുറന്നു വയ്ക്കുന്നു. ആ പറഞ്ഞു കഴിഞ്ഞിട്ടും അയാളുടെ മുഖത്ത് ഭാവഭേദങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതേ റെസ്പെക്റ്റോടെ നമ്മളെ കാണുന്നു. അത് തന്നെ ഒരു ഹീലിംഗ് ആയിട്ട് മാറുകയാണ്. ഞാനിത് ആരോടും പറയാൻ നടന്നതാണ്, കാരണം അത്രയും ഷെയിമായിരുന്നു എനിക്ക് പറയാൻ. പക്ഷെ ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഇതൊരു സാധാരണ മനുഷ്യ അനുഭവം തന്നെയാണെന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടുമ്പം അത് തന്നെ ഒരു വലിയ ഹീലിംഗ് ആയിട്ട് മാറുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃതജ്ഞതയോടുകൂടി ആ വ്യക്തിക്ക് കുറച്ചുകൂടെ തമ്പുരാന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും നിർബന്ധത്തിൻ്റെ പേര് ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ. നമ്മൾ തന്നെ ആഗ്രഹിച്ച് അങ്ങോട്ട് ചെന്ന് ഒക്കെ ചെയ്യുന്ന. നിങ്ങളെ ആരെങ്കിലും നിർബന്ധിച്ച് ധ്യാനം കൂടാൻ വിട്ടാൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ആരെങ്കിലും കൗൺസിലിങ്ങിന് പോകുന്നു. എനിക്ക് സംശയമാണ്, അല്ലേ? ഓക്കെ. പിതാവ് ദീപം ഉദ്ദേശിച്ചിട്ടുണ്ടാവും ഒരുപക്ഷെ നമ്മുടെ ഒരു ഇമോഷണൽ ട്രിഗറിങ്ങിലൂടെ നമ്മളെ ഒരു ആത്മീയ തലത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്നായിരിക്കും. അതായത് ഇപ്പോൾ നല്ല പാട്ടൊക്കെ കേട്ട് നല്ല ലൈറ്റൊക്കെ നിർത്തി മെഴുകുതിരിയൊക്കെ കത്തിച്ച് നമ്മൾ ആരാധനയ്ക്ക് ഇരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷമങ്ങളെല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മളത് കേൾക്കുന്നു. അപ്പം അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ ഒരു ഇമോഷണൽ ട്രിഗറിങ്ങിലൂടെ നമ്മൾ ആ ഒരു സമയത്ത് നമ്മളൊരു നല്ലൊരു ഫീൽ കിട്ടും. പക്ഷെ അതൊരു ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. ഒരു പക്ഷേ അത് കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പോകും. അല്ല, അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ ആത്മീയതയാണ്, ജെനുവിൻ ആത്മീയതയാണ് കുറച്ച് സമയത്തേക്കെങ്കിലും അവനിൽ ഉണരുന്നതെങ്കിൽ അത് നല്ലതല്ലേ? അതിനകത്ത് കുഴപ്പം എന്താണ്? ഇപ്പം എല്ലാവരും അത് തന്നെയല്ലേ ചെയ്യുന്നത്. ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകൾ ഇതിന് ഇമോഷണലായിട്ട് അങ്ങോട്ട് സംഭവം അങ്ങോട്ട് കത്തിച്ച് നിർത്തുകയല്ലേ. എന്നൊന്നും നമുക്കും അറിയത്തില്ല, അല്ലേ? ഇപ്പോൾ ഒരു മ്യൂസിക്കിന് നിങ്ങൾ പോയി, അവർ അല്ലേ, ഒരു മ്യൂസിക് ബാൻഡ്, പിന്നെ വെസ്റ്റേൺ രീതിയിൽ നമ്മൾ കാണുന്ന ഓർക്കസ്ട്ര, കൺസേർട്ടിലൂടെയൊക്കെ അവരിങ്ങനെ നമ്മൾ പാടി ഒരു ട്രാൻസിൻ്റെ സ്റ്റേറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അപ്പം മനുഷ്യൻ്റെ മനസ്സിൽ ഈ വികാരങ്ങൾ എന്ന് പറയുന്നത് മോശമല്ല ആസ്റ്റിനെ. അതാണ് പ്രശ്നം. നമുക്ക് ഇപ്പോൾ ഒരാൾ ഇൻ്റലക്ച്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും, ഓ കൊള്ളാം. ഇമോഷണൽ ആണെന്ന് പറഞ്ഞാലോ മോശമാണ്. അത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരാൾ ഇൻ്റലക്ച്വൽ ആണ് എന്ന് പറയുമ്പോൾ തിരക്കണ്ട മിടുക്കനാട്ടോ, പൊന്നാടെ അണിയിക്കും. അവൻ ഇമോഷണൽ ആണെന്ന് പറയുമ്പോൾ നമ്മൾ പറയും ശരിയല്ല എന്ന് പറയും. ഇമോഷൻസ് അല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മോട്ടിവേഷണൽ ഫോഴ്സ് ഇമോഷൻസ് ആണ്, അല്ലേ? എനിക്കിപ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട്, നിങ്ങളുടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനായിട്ട് എന്നെ ഇവിടേക്ക് നയിക്കുന്നത് എൻ്റെ ഇതിനോടുള്ള എൻ്റെ വൈകാരികമായ ഒരു നിലപാടാണത്. എനിക്കിഷ്ടമാണ്. പിള്ളേരെല്ലാം എൻ്റെ ചുറ്റും ഇരിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, എനിക്ക് ഉത്തരം പറയാൻ എനിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ അത് തരുന്നു. അപ്പോൾ ഇമോഷൻസ് മോശമുള്ള കാര്യമൊന്നുമല്ല. അത് പ്രയറിൽ അത് ഉണരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ ഉണരുന്ന ഈ ഒരു ഭക്തി എന്ന് പറയുന്നത് അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ? നമുക്കതൊരു ടെമ്പററി സാധനമാണോ? അല്ല, അത് ഇമോഷണൽ തലത്തിൽ മാത്രം നിന്നാൽ ഒരിക്കലും അത് സസ്റ്റെയിൻ ചെയ്യത്തില്ല. നിലനിൽക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ ചിന്തയുടെ തലത്തിൽ മാറ്റം ഉണ്ടാവണം. ഇപ്പോൾ ഒരാളെ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ഒരാളെ ഞാൻ കണ്ടു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാനെല്ലാം കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പോയി. പക്ഷെ അതുകൊണ്ട് അത് അവിടെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് അയാളിൽ മാറ്റം ഉണ്ടാകുന്നത്. പക്ഷെ ആ ധ്യാനം കൂടിക്കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി, ആ വ്യക്തിയും ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ടവനാണ്. പക്ഷെ അതേസമയം അവന് എനിക്ക് മനസ്സിലാകാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവനുണ്ട്. അതുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ പ്രവർത്തിച്ചത്. സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും എന്നോട് അങ്ങനെ പെരുമാറത്തില്ലായിരുന്നു എന്ന ചിന്ത മാറിയാൽ മാത്രമേ ഇത് സംഭവിക്കത്തുള്ളൂ, അല്ലേ? ഉദാഹരണത്തിന്, അച്ഛൻ എന്നെ മൈൻഡ് ചെയ്തില്ല, എനിക്ക് ആ പാടെ അച്ഛനോട് പിണക്കമായി. പക്ഷെ മൈൻഡ് ചെയ്യാത്തതിൻ്റെ കാരണം അങ്ങയുടെ പെടലി വെട്ടിയിരിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പം എനിക്ക് അയാളോട് ക്ഷമിക്കാൻ സാധിച്ചു. ശരിക്കും ചിന്ത മാറി. ഇത്രയും നാളും എന്നെ ഓർത്തത് എനിക്ക് വിലയില്ലാത്തതുകൊണ്ടാണ് ഇയാൾ എന്നെ മൈൻഡ് ചെയ്യാത്തതെന്നാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പുള്ളിക്ക് പെടലി തിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് പറ്റാത്ത. പിതാവ്, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ആന്തരിക സൗഖ്യ സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലും ഇങ്ങനെ കാണുന്നത്. ഒരുപക്ഷെ പങ്കെടുക്കുന്നയാള് പണ്ട് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, പുള്ളി തന്നെ അത് മറന്നുപോയിട്ടുണ്ടായിരിക്കാം, പുള്ളിക്കൊരു കുഴപ്പമുണ്ടായിരിക്കത്തില്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞ് പിരികേറ്റി ഒരു ഇമോഷണൽ സ്റ്റേറ്റിലാക്കുക,
അങ്ങനെ അപ്പൊ നമ്മളിങ്ങനെ ചകഞ്ഞിങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് അതിനൊരു പ്രോപ്പർ ഹീലിംഗ് കൊടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അതൊരു ബുദ്ധിമുട്ടിലേക്ക് കിടക്കത്തില്ല. പിന്നെ സഞ്ജയ് ഏതെങ്കിലും ആന്തരിക ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഉള്ളത് പറ. ഇല്ല. പോയി പങ്കെടുക്കണം. പങ്കെടുത്തിട്ട് ഈ ചോദ്യം ഒന്നുകൂടെ ചോദിക്കണം. അതായത് നമുക്കെല്ലാവർക്കും ഒരു ഇന്നർ ഹീലിംഗ് ആവശ്യം ആണ്, എല്ലാവരും. ഞാൻ പറയും, നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു വൂണ്ടഡ് ചൈൽഡ് കാണും, ഒരു വൂണ്ടഡ് അഡോളസെൻ്റ് കാണും. നമ്മളെല്ലാവരുടെയും ഉള്ളിലുണ്ടാവും അത്. ചിലപ്പോൾ ഒരു ഓർഫൻ കാണും ഉള്ളിൽ, അനാഥൻ എന്ന് പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യാത്ത, ഈ കണ്ടമാനം മറ്റുള്ളവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടൊക്കെ ക്രേവ് ചെയ്ത് നടക്കുന്നവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ലോൺലി ആയിട്ടുള്ള ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു പയ്യത്തി കാണും. അപ്പോൾ ആൻഡ് ദാറ്റ് വൂണ്ടഡ് ചൈൽഡ് വിൽ ഓൾവേസ് ബി ആക്റ്റീവ് ഇൻ യു. അത് നമ്മളിങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി ക്രേവ് ചെയ്യുമ്പോൾ ഉള്ളിലിരുന്ന് ഈ നമ്മളാകുന്ന ഈ ശിശുവാണ് സ്നേഹത്തിന് വേണ്ടിയിട്ട് ക്രൈവ് ചെയ്യുന്നു, ആരിശം വരുന്നു, ദേഷ്യം വരുന്നു, ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഒരു ഹീലിംഗ്, ഈ ഇന്നർ ചൈൽഡിനൊരു ഹീലിംഗ് കിട്ടുവാണെങ്കിൽ നമ്മൾ ഒത്തിരി ശാന്തത നമ്മുടെ ഉള്ളിൽ അനുഭവിക്കാനായിട്ട് പറ്റും. അതിനൊരു ധ്യാനം നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, പ്ലീസ് ഗോ ആൻഡ് അറ്റൻഡ് ആൻ ഇന്നർ ഹീലിംഗ് റിട്രീറ്റ്. ഇനി മറന്നു കിടക്കുന്ന കാര്യങ്ങൾ സഞ്ജയ് പറഞ്ഞു, അതുകൊണ്ട് അയാൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാകുന്നില്ല. വെറുതെയാ മറന്നു കിടക്കുന്നതൊന്നും അവിടെ വെറുതെ കിടക്കുകയില്ല. മനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ? അബോധ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ പോലും നിങ്ങളെ ഇപ്പോഴും സ്വാധീനിക്കുന്നുണ്ട്, നിങ്ങളെ പല തീരുമാനങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. ഈവൻ ചില ബന്ധങ്ങളിലേക്ക് പോലും നിങ്ങളെ തള്ളിവിടുന്നുണ്ട്. ചില അബോധ മനസ്സിലെ ഓർമ്മകൾ ചില കുഴപ്പം പിടിച്ച ബന്ധങ്ങളിലേക്ക് നിങ്ങളെ തള്ളിവിടുന്നുണ്ട്. മനുഷ്യർ അത്ഭുതപ്പെടും, അയ്യോ ഇതെങ്ങനെ സംഭവിച്ചു. പക്ഷേ ആ വ്യക്തിയുടെ അബോധ മനസ്സാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മറന്നു കിടന്നു എന്നുള്ളത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല എന്ന് നമ്മൾ പറയരുത്. അത് വളരെ ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഓർത്തെടുത്ത് അതൊന്ന് പങ്കുവെച്ച് കർത്താവിൻ്റെ ദിവികാരുണ്യത്തിൽ നിന്നൊരു ഹീലിംഗ് ഒക്കെ നേടിപ്പോകുന്നത് എന്തുകൊണ്ടും ഒരു വ്യക്തിയെ ഒത്തിരിയേറെ സഹായിക്കും. ഞാൻ പറയുന്നത്, നമ്മുടെ മനസ്സിന് ഏറ്റവും ആവശ്യമുള്ള എന്താണ്? ഒരു സ്ലോയിങ് ഡൗൺ ആണ്, അല്ലേ? ഒരു ശാന്തത. നമുക്ക് പലപ്പോഴും അതില്ല നമ്മുടെ മനസ്സിൽ. ഇപ്പം നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പലരും വർത്താനം പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ശരിയല്ലേ? ഈ പറയുന്നത് ശരിയാണോ? വേറൊരാൾ പറയും ഈ പറയുന്നത് ശരിയാണോ? കുഴപ്പമില്ല, അങ്ങനല്ല കേട്ടോ, ഞാൻ ഇന്നോള് കേട്ടോ ഇങ്ങനല്ലല്ലോ, ഇങ്ങനെ ആരും, അല്ലേ? നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പം പലരും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതെല്ലാവരും കൂടെ മിണ്ടി തുടങ്ങുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഈ പുള്ളിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. നമ്മുടെ ഉള്ളിലെ ശബ്ദങ്ങളെല്ലാം കൂടെ പുറത്തു വരുമ്പോഴാണ് പ്രശ്നമുണ്ടെന്ന് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ അതിനെ അടക്കി നിർത്തിയിരിക്കുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ പലരും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊന്ന് ശാന്തമാകാൻ, അല്ലേ? ഒരു ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിൻ്റെ മുമ്പിൽ വലിയ ശാന്തതയോടെ നിൽക്കാൻ സാധിക്കുക. ഞാൻ പറയാം, അതൊക്കെയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത്. അല്ലാതെ ജർമ്മനിക്ക് പോകുന്നു, കാനഡയ്ക്ക് പോകുന്നു ഒന്നുമല്ല. ബുദ്ധിമുട്ടേറിയ ജീവിത സാഹചര്യങ്ങളെ ശാന്തതയോടെ നേരിടാനുള്ളൊരു കഴിവ് നേടിയെടുക്കുക വലിയ കാര്യമാണ്. നിങ്ങൾ ഫാമിലിക്ക് ടൈം കണ്ടെത്തണം. വീട് ഭാര്യയും ഭർത്താവും കൂടി ഇച്ചിരി നേരം ഇന്ന് വർത്തമാനം പറയണം. അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഇച്ചിരി നടക്കാൻ പോകണം. ഒരുമിച്ചിരുന്നൊരു പിള്ളേർക്ക് ഇച്ചിരി കഥയൊക്കെ വായിച്ചു കൊടുക്കണം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് സ്ലോയിങ് ഡൗൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ ലൈഫ് ആൻഡ് യുവർ ചർച്ച് റിയലി ഹെൽപ്സ് യു ഫോർ ദാറ്റ്. പിതാവ് പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ ഇന്നർ പീസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് എന്ന്. നമ്മളൊരു സമാധാനം കിട്ടാൻ വേണ്ടി ഒരു ദേവാലയത്തിൽ പോയിരിക്കുമ്പോഴായിരിക്കും അവിടെ ഈ കരിസ്മാറ്റിക്കാർ വന്നിട്ട് വലിയ സ്തുതിപ്പും ബഹളവും ഒക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു സമാധാനക്കേടായി മാറും. സഞ്ജയുടെ തലയ്ക്ക് പിടിച്ചൊന്ന് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കരിസ്മാറ്റിക്കാരോടും ഇന്നർ ഹീലിംഗുകാരോടും ഒക്കെ ഒരു കരിപ്പുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം ഇച്ചിരി തകർക്കുന്നതല്ലേ. സഞ്ജയ് ആ നേരത്തെ അങ്ങോട്ട് പോകണ്ട. അല്ലാത്ത എന്തേലും നേരമുണ്ട്, പള്ളി വെറുതെ കിടക്കുകയല്ലേ, അന്നേരത്തൊക്കെ പോയാൽ മതി. പിന്നെ ഈ നമുക്ക് പ്രയർ ഇങ്ങനെ ആകാവൂ എന്ന് പറഞ്ഞിട്ടില്ല. പ്രാർത്ഥന ഇപ്പം സങ്കീർത്തനങ്ങൾ പറയുന്നത് എന്താ? നിങ്ങൾ ആർത്ത് ഉല്ലസിക്കുവിൻ, ആർത്ത് പാടുവിൻ, അല്ലേ? ആർത്ത് പാടുവിൻ, കർത്താവിനെ സ്തുതിപ്പിൻ, മഴയെ മഞ്ഞേ, അല്ലേ, താരങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ. ഹല്ലേലൂയ ഒന്നും അവർ പതുക്കെയൊന്നും അല്ല ചൊല്ലിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ, അല്ലേ, ഹല്ലേലൂയ. അപ്പൊ അവരുടെ ഏറ്റവും വലിയ പ്രാർത്ഥന ഹല്ലേലൂയ ആയിരുന്നു, അല്ലേ? ദൈവത്തിന് സ്തുതി. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നത്
ചിലപ്പോൾ അത് ഒരു ഇമോഷണൽ ഹീലിങ്ങിന് സഹായകരമായിട്ട് മാറും. അത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയും, തുടക്കക്കാർക്ക് നല്ലതാണ് കരിസ്മാറ്റിക് പ്രയർ. കുറച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഇച്ചിരി ഉറക്കെ പ്രാർത്ഥിച്ച് ഈശോയുടെ ആ സ്നേഹാനുഭവത്തിൽ നിറയാന്ന് പറയുന്നത് വളരെ നല്ലതാണ് തുടക്കത്തിൽ. പക്ഷേ ഏറ്റവും ഉദാത്തമായ പ്രാർത്ഥന ഏതാണെന്ന് ചോദിച്ചാൽ പറയും ധ്യാനാത്മക പ്രാർത്ഥനയാണ്, കോണ്ടംപ്ലേറ്റീവ് പ്രയറാണ്. അപ്പം നമ്മൾ തുടങ്ങിയിട്ട് ഓരോ വർഷം കഴിയും തോറും കൂടുതൽ ധ്യാനാത്മകതയിൽ വളർന്ന് വരണം. അതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ നമ്മളെ പഠിപ്പിച്ച ഒരു സിമ്പിൾ ടൈപ്പ് ഓഫ് പ്രയർ ഉണ്ട്. അതെന്താണ്? ആക്സ്, ACTS, ഒരു എസും കൂടെ കൂട്ടാറുണ്ട്, ആക്സ്. അതിൽ A സ്റ്റാൻഡ്സ് ഫോർ അഡറേഷൻ. ഇപ്പം നിങ്ങൾ 10 മിനിറ്റ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ 2 മിനിറ്റ് ആരാധിക്കണം. C കൺഫെഷൻ, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം അടുത്ത 2 മിനിറ്റ്. T താങ്ക്സ് ഗിവിങ്, നന്ദി പറയണം 2 മിനിറ്റ്. എസ് സൈലൻസ്, ഒരു എസ്, ആദ്യത്തെ എസ് സൈലൻസ്, അല്പസമയം നിശബ്ദമായിട്ടിരിക്കണം. ഫ്രാൻസിസ് പാപ്പ എപ്പോഴും നിശബ്ദതയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. അവസാനത്തെ എസ് സപ്ലിക്കേഷൻ, അവസാനമാണ് യാചനാ പ്രാർത്ഥന നടത്തേണ്ടത്. നമ്മൾ അവിടെ ചെയ്യുന്ന തന്നെ മൊത്തം യാചനയാ അല്ലേ? ആദ്യം അഡോറേഷൻ, C സ്റ്റാൻഡ്സ് ഫോർ കൺഫെഷൻ, T സ്റ്റാൻഡ്സ് ഫോർ താങ്ക്സ് ഗിവിങ്, S stands for silence and the second S stands for supplication. ACTSS, acts. നല്ലൊരു മെത്തേഡാണ്, അതിനകത്ത് എല്ലാം വരുന്നുണ്ട്. അതേസമയം സഭയുടെ പ്രാർത്ഥനയുടെ ആരാധനാക്രമ പ്രാർത്ഥന, അതെല്ലാവരും കൂടെ ആരാധിക്കുകയാണ്. നമ്മളൊരു വേർഷിപ്പിംഗ് കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ കൂദാശകളിലൂടെ നമ്മൾ ചെയ്യുന്ന എന്താ? സ്വർഗത്തിൽ മാലാഖമാരുടെ ആരാധനയോട് ചേർന്ന് നമ്മൾ ആരാധിക്കുക. അതുകൊണ്ടാണ് കുർബാനയിലെ പ്രാർത്ഥനകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാണുന്ന വാക്ക് പരിശുദ്ധൻ, 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 സ്തുത്യർഹൻ, ബഹുമാന്യൻ. ഇതാണ് മാലാഖമാരുടെ പ്രയറാണത്. യു ആർ ആക്ച്വലി കണക്റ്റിംഗ് വിത്ത് ദി ഏഞ്ചൽസ് പ്രയർ, ഏഞ്ചൽസ് വേർഷിപ്പ് ഇൻ ഹെവൻ, ഹെവൻലി വേർഷിപ്പ്. അതാണ് ലിറ്റർജിയും സാധാരണ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം. പിതാവെ, ഈ ഡിപ്രഷൻ ബാധിച്ച ഒരു വ്യക്തി നമ്മുടെ ദൈവത്തിൽ നിന്നും ദൈവവിശ്വാസത്തിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് കാണാം. അപ്പം ഈ ഒരു അനുഭവത്തെ നമ്മുടെ സഭ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? മോനെ, ഡിപ്രഷൻ ബാധിച്ച വ്യക്തി ദൈവത്തിൽ നിന്ന് മാത്രമല്ല അകലുന്നത്, കൂടെയുള്ള എല്ലാവരിൽ നിന്നും അകലുകയാണ്. കാരണം അവർക്ക് പറ്റത്തില്ല, അവർക്ക് റിലേഷൻഷിപ്സ് സാധിക്കുകയല്ല. എങ്കിലും നമ്മുടെ ആ ഒരു വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുമ്പം അത് സഭ ആളെ ഒരു പാപിയായിട്ട് കണക്കാക്കുവോ? ഇല്ല, ഒരിക്കലുമില്ല. അത് അവൻ്റെ രോഗമല്ലേ അവനെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ രോഗമല്ലേ. അത് കഴിഞ്ഞ് ഡിപ്രഷൻ എന്ന് പറയുന്നത് എപ്പോഴും നിലനിൽക്കണമെന്നില്ല. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ആണ്. അത് കുറച്ചാൾ കഴിയുമ്പോൾ മാറും. അത് ഡിപ്രഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആരും പേടിക്കരുത്. എനിക്കാണെങ്കിൽ രാവിലെ ഡിപ്രഷനും ഉച്ച കഴിഞ്ഞ് ഡിപ്രഷൻ പോവുകയും ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഡിപ്രസീവ് സ്റ്റേറ്റ്സ് ഉണ്ട് കേട്ടോ, എല്ലാവർക്കും ഉണ്ട്. ഇച്ചിരി ഡൗൺ ആയിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ലേ? അതൊരു ചെറിയ ഒരു ഡിപ്രസീവ് സ്റ്റേറ്റ്, അത് പാത്തോളജിക്കൽ അല്ലെന്നേ ഉള്ളൂ. അത് കൂടി വരുമ്പോഴാണ് നമ്മൾ മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരുന്നത്. നമ്മൾ തന്നെ അതിനെ ഓവർകം ചെയ്യും. നമ്മൾ ആരും മെഷീൻസ് അല്ലല്ലോ, യന്ത്രമല്ലല്ലോ സ്വിച്ച് ഇട്ടാൽ ഉടനെ വർക്ക് ചെയ്യാൻ. ചിലപ്പോൾ നമ്മൾ ടയർഡ് ആവും, നമ്മൾ ഡൗൺ ആവും, മാനസികമായിട്ട് വിഷമം വരും. പക്ഷേ ഒന്ന് ഉറങ്ങിക്കഴിയുമ്പം അതങ്ങ് പോകും, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും മനപ്രയാസം പറഞ്ഞാൽ ഉടനെ ഒന്നും അതിന് പരിഹാരം പറയാൻ പോകരുത്. 2 ദിവസം കഴിഞ്ഞാൽ പരിഹാരം പറയാവുള്ളൂ. അന്നേരം അത് പറയേണ്ടി വരികയല്ല, അവർ തന്നെ അത് പരിഹരിച്ചിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ ദൈവത്തിൽ നിന്ന് മാത്രമല്ല, മനുഷ്യർ ബന്ധങ്ങളിൽ നിന്ന് അകറ്റും ഡിപ്രഷൻ. മറ്റൊന്നും കൊണ്ടല്ല, അവർക്കതിന് ആവതില്ല, സ്നേഹിക്കാൻ സാധിക്കത്തില്ല. നമ്മളപ്പം കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് അവരെ മനസ്സിലാക്കാൻ അവരുടെ കൂടെ നിൽക്കുക. ചുമ്മാ അവരോട് ഒന്ന് എന്തേലും ഒന്ന് മിണ്ട് എന്നൊക്കെ പറയണം, അങ്ങനെ വായി കമ്പിട്ട് കുത്തരുത്. അവരുടെ കൂടെ ഇരിക്കുക, കമ്പനി ചെയ്യുക. പിന്നെ ഇത് നീളുകയാണെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോവുക, മരുന്ന് കൊടുക്കുക. ചിലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ആളുകളെ അസ്വസ്ഥപ്പെടുത്തി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഒരു ധ്യാനമൊക്കെ പോയി കൂടാ, അങ്ങനെ നമ്മൾ കണ്ടമാനം അങ്ങ്. ഡിപ്രഷനിലായിരിക്കുന്നവരെ ഒന്നും ധ്യാനത്തിന് വിടരുതെന്നാണ് എൻ്റെ. ഞാൻ പറഞ്ഞില്ലേ, റീസണബിൾ തിങ്കിങ് ഇല്ലാത്തവരെ ധ്യാനത്തിന് നമ്മൾ പറഞ്ഞയക്കരുത്. ഈ ഡിപ്രസ്ഡ് സ്റ്റേറ്റിലൊക്കെ ആയിരിക്കുന്നവർക്ക് റീസണബിൾ തിങ്കിങ് സാധിക്കുകയില്ല. അങ്ങനെയുള്ളവരെ ധ്യാനത്തിന് വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് ചിലപ്പോൾ കൂടാനായിട്ട് സാധ്യതയുണ്ട്. അതേസമയം
നമുക്ക് ചെയ്യാവുന്നത്, ഇപ്പം ഡിപ്രഷൻ ബാധിച്ച ഒരാളെയും കൊണ്ട് എൻ്റെ അടുത്ത് പണ്ട് കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്ന കാലത്ത് ഞാൻ അവരോട് പറയായിരുന്നു, കൂടെ കൊണ്ടുവരുന്നവരോട് പറയും, ഞാൻ കൗൺസിലിംഗ് കൊടുക്കാം, പക്ഷെ എല്ലാ ദിവസവും 1/2 മണിക്കൂർ വീതം രാവിലെയും വൈകുന്നേരവും നടക്കാൻ കൊണ്ടുപോകണം ഈ വ്യക്തിയെ എന്ന് പറയായിരുന്നു. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ശരീരത്തിന് മൂവ്മെൻറ്റ് വരുമ്പം തന്നെ തലയ്ക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കൂടും. ഇപ്പം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങളുടെ ജോയിൻസ് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഈ ജോയിൻസിലാണ് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത്. കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോഴാണ് ഇത് തലച്ചോറിൽ മന്ദതയായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് ഒരു വ്യായാമമൊക്കെ നല്ലതാണ്. അപ്പോൾ ജോയിൻസ് ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക, നടക്കാൻ പോവുക, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൻ്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഇപ്പോൾ ശാരീരികമായ എക്സസൈസ് മാനസികാരോഗ്യത്തെ ഒത്തിരി സഹായിക്കും. നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കളിക്കാൻ പോകുമായിരിക്കും, ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാ ദിവസവും നടക്കാൻ പോകണം. പിതാവെ ഇവിടെ പറഞ്ഞു, അതായത് ഡിപ്രഷൻ, മാനസിക പിരിമുറുക്കം എന്ന് പറയുന്ന വാക്കുകളൊന്നും പണ്ടത്ര കോമൺ അല്ലായിരുന്നു. എന്നാൽ ഇപ്പം അത് വളരെ സുപരിചിതമായിട്ടുള്ളൊരു വാക്കാണ്, ഇപ്പം ഭയങ്കര കോമൺ ആണ്. അപ്പം അതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത്, സ്വന്തം കുഞ്ഞിൻ്റെ തെറ്റ് നമ്മൾ കൺമുൻപിൽ കാണിച്ചു കൊടുത്താൽ പോലും അവർ എൻ്റെ കുഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് പിള്ളേരിലൊരു അന്ധമായൊരു വിശ്വാസം മാതാപിതാക്കൾക്കുണ്ട്. അപ്പം ഇപ്പോഴത്തെ കാലത്ത് മേജറായിട്ട് വരുന്ന റീസൺ ഈ പേരൻറ്റിങ്, മോഡേൺ പേരൻറ്റിങ് തന്നെയാണോ? എൻ്റെ വലിയ വിശ്വാസം അതാണ്. ഈ പേരൻറ്റിങ്ങിലുണ്ടാകുന്ന കുറവുകളാണ് കുട്ടികളുടെ രൂപീകരണത്തെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിക്കുന്നത്. ചില പേരൻസ് പിള്ളേരെ നല്ല ബോൾഡായിട്ട് വളർത്തും. അവർക്ക് അരുതുകൾ അറിയാം, ചെയ്യേണ്ടത് എന്നാണെന്നറിയാം, ചെയ്യരുതാത്തത് അറിയാം. പിന്നെ നല്ലൊരു സ്നേഹത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒക്കെ മക്കളെ വളർത്തും. അവർക്ക് കുറച്ചുകൂടെ പോസിറ്റീവ് എനർജി കൊടുക്കും. അവർക്ക് ഇഷ്ടമാണ് വീട്ടിലോട്ട് തിരിച്ചു വരാനും. ഈ മക്കൾക്ക് ഏറ്റവും ഇഷ്ടം തന്നെ അപ്പൻ്റെ അമ്മയുടെ മടി കയറി കിടക്കാനാണ്, അല്ലേ? ഉള്ളത് പറഞ്ഞാൽ. അല്ലാതെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ പോകാനോ അതൊക്കെ മെനക്കേടാ. കാരണം ഓരോരുത്തരൊക്കെ എന്നല്ല പറയുന്നൊന്നും ചോദിക്കുന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ബേസിക്കലി എല്ലാവരും ഒരു പ്രായം വരെയൊക്കെ ആഗ്രഹിക്കുന്ന വീട്ടിൽ പോയി സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുക, അമ്മയുടെ കൂടെ കുറച്ച് സമയം ഇരിക്കുക, അപ്പൻ്റെ കൂടെ ഇരിക്കുക, ഇതൊക്കെയാണ് മക്കൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ചില കുടുംബങ്ങളിൽ അത് സാധിക്കുകയില്ല. അവർ വെൽക്കമിങ് അല്ല. പേരൻസ് ഭയങ്കര ടെൻസ്ഡാണ്, അവരെപ്പോഴും നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഇഷ്യൂ. പിന്നെ മോള് പറഞ്ഞ പോലെ അമിതമായിട്ട് പ്രൊട്ടക്റ്റിങ് ആകുന്നു. ഇതൊന്നും കുഞ്ഞുങ്ങളെ സഹായിക്കുന്നില്ല. റിയാലിറ്റി സെൻസോടെ കുട്ടികളെ വളർത്താനായിട്ട് സാധിക്കണം. പിതാവെ, നമ്മളിത് മൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു പീസ് ഓഫ് മൈൻഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എന്തെങ്കിലും 3-4 ടിപ്സ് എല്ലാവർക്കുമായി ഒന്ന് ഷെയർ ചെയ്യാമോ? ഒന്ന്, എൻ്റെ ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ദൈവമാണ് എൻ്റെ ജീവചരിത്രം എഴുതുന്നത്, ദൈവമാണ്. അതുകൊണ്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വലിയ വിശ്വാസം, അത് നമ്മൾ ആവർത്തിക്കണം. രണ്ടാമതായിട്ട്, എൻ്റെ വില മറ്റുള്ളവരെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. എൻ്റെ വില എനിക്ക് ദൈവം തരുന്നതാണ്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും എന്നെ സൃഷ്ടിച്ച് എന്നെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ വിലയായിട്ട് കൊടുത്ത ആ ഒരു വലിയ സ്നേഹം, അതാണ്. അപ്പോൾ എൻ്റെ വില ദൈവമാണ് നിശ്ചയിക്കുന്നത്, വേറെ ആരുമല്ല. മൂന്നാമതായിട്ട്, എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും എൻ്റെ ജീവിതം ഇങ്ങനെയെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ടല്ലോ, അല്ലേ? ഈ 3 ചിന്തകൾ നിങ്ങൾക്ക് ആവർത്തിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്കൊത്തിരി ശക്തിയും ശാന്തതയും കിട്ടും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും ശാന്തമായിട്ടൊക്കെ ഇരുന്ന് നടുവൊക്കെ നിവർത്തി നല്ലൊരു പ്രാർത്ഥനാന്തരീക്ഷത്തിലൊക്കെ കുറച്ച് സമയം ആയിരിക്കാൻ സാധിക്കുക. ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു മെഡിറ്റേറ്റീവ് മൈൻഡ് ഡെവലപ്പ് ചെയ്താലും നമുക്ക് ഈ ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടും. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഡിറ്റാച്ച്മെൻറ്റോടെ എല്ലാത്തിനെയും കാണാൻ പറ്റും. നമ്മൾ കണ്ടമാനം ഇമോഷണലി ഇൻവോൾവ് ആകത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്, ഞങ്ങൾ പല ചോദ്യങ്ങൾ ചോദിക്കുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും ചിരിച്ചുകൊണ്ട് സമാധാനത്തിൽ തന്നെ പിതാവ് ഞങ്ങൾക്ക് മറുപടി തരുന്നു. ഈ ട്രിക്കുകൾ തന്നെയാണോ ഇപ്പൊ പറഞ്ഞ ആ ട്രിക്കുകൾ തന്നെയാണോ? ഞാൻ എപ്പോഴും ആൾക്കാർ ഓരോ പ്രശ്നമായിട്ട് വരുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയുന്നത്, ഇതെൻ്റെ പ്രശ്നമല്ല, അവരുടെ പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ ടെൻസ്ഡ് ആകേണ്ട കാര്യമില്ല. ചിലർ കണ്ടിട്ടില്ലേ, മരിച്ച വീട്ടിൽ ആശ്വസിപ്പിക്കാൻ പോയിട്ട് അവർ കിടന്ന് കരയും. അവസാനം അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ബാക്കി എല്ലാവരും കൂടെ നിൽക്കും. പിന്നെ ഒരു തരത്തിൽ ഇവരെ എങ്ങനെയെങ്കിലും ഓട്ടോറിക്ഷയിൽ കയറ്റി പറഞ്ഞു വിടുകയാണ്. കാരണം ഇത് വന്നു കഴിഞ്ഞ് സീൻ കുളവാക്കുകയാണ്.
ഇവരെ ആശ്വസിപ്പിക്കാൻ വന്ന കണ്ടപാടെ അവരെക്കാളും അലമുറയിട്ട് കരയുകയാണ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഇമോഷണലി അറൗസ്ഡ് ആവേണ്ട കാര്യമില്ല. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഇഷ്യൂ ആണ്. അതിനെ ആ രീതിയിൽ കണ്ട് എനിക്കറിയാവുന്ന പരിഹാരം പറഞ്ഞാൽ മതി. ഈ സൈക്കോളജിസ്റ്റുകൾക്ക് പറ്റുന്ന ഒരു വലിയ കുഴപ്പം, അവരുടെ അടുത്ത് കൗൺസിലിങ്ങിന് എത്തുന്ന എല്ലാവരുടെയും പ്രശ്നം പരിഹരിക്കാമെന്ന് ചിലപ്പോൾ അവരങ്ങ് തീരുമാനിക്കും. അവർക്കത് സാധിക്കുകയില്ല. അപ്പോൾ പിന്നെ നിരാശയാവും അല്ലേ? അപ്പോൾ പിന്നെ സൈക്കോളജിസ്റ്റ് പോയി കൗൺസിലിംഗ് നേടേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ഞങ്ങളെ പലപ്പോഴും ഈ തെറപ്പി പഠിക്കുമ്പോൾ പഠിപ്പിക്കാറുണ്ട്, ആരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് അവരിൽ തന്നെ വളർത്തിയെടുക്കുക. അത്രയേ ഉള്ളൂ. യുവജനങ്ങളുടെ ചോദ്യങ്ങൾ ക്ഷമയോടെ ശ്രവിച്ച് അതിന് ഉത്തരം നൽകിയ അഭിമന്യ പിതാവിന് നെല്ലും പതിരും എന്ന പരിപാടിയുടെ പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു.